മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പിശാച് മനുഷ്യനെ തെറ്റിക്കുന്ന വഴികളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് അവൻ കൊലപാതകനാണ്, നമ്മളെ തെറ്റിച്ച് കൊലപാതകത്തിലേക്ക് നടത്തുന്ന കാര്യമാണ് ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരീക്ഷയെക്കുറിച്ചാണ്. ടെംപ്റ്റേഷൻ. പരീക്ഷ എന്ന് മലയാളത്തിൽ പറയുമ്പം ടെസ്റ്റിങ്ങും ടെംപ്റ്റിങ്ങും രണ്ട് വേർഡ് ബൈബിളിൽ ഇംഗ്ലീഷിൽ അത് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. മലയാളത്തിൽ ഒറ്റ ഒരു കാര്യം പരീക്ഷ എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ നമ്മൾ ടെംപ്റ്റ് ചെയ്യുന്നു. ടെംപ്റ്റേഷൻ എന്നുള്ള ഒരു മീനിങ്ങിലുള്ള ചിന്തയാണ് നമ്മൾക്ക് വരേണ്ടത്. പിശാച് നമ്മളെ പലപ്പോഴും ടെംപ്റ്റ് ചെയ്തുകൊണ്ട്. തോമസ് ആഡംസ് എന്ന് പറഞ്ഞ ദൈവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: Satan is like a fisher, baits his hook according to the appetite of the fish. എന്ന് പറഞ്ഞാൽ ചൂണ്ട ഇടുമ്പോഴ് സാത്താൻ ഒരു ചൂണ്ടക്കാരനായി ചൂണ്ടയിടുന്ന സമയത്ത് മീനിന് ഇഷ്ടമുള്ള ആഹാരം കൊടുത്ത് അതിനെ പിടിക്കാനായിട്ട് ശ്രമിക്കും. ശരിക്കും നമ്മളെ ആ ഒരു രീതിയിൽ നമ്മുടെ മനസ്സ് വായിച്ചിട്ട്, നമ്മുടെ പ്രകൃതം വായിച്ച്, ഇപ്പോഴേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം, ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്നവർ ചില ഐറ്റംസൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി നിങ്ങളുടെ ഡിസയർ എന്താണെന്ന് മനസ്സിലാക്കി പിന്നീട് നിങ്ങളുടെ മൊബൈലിൽ അത് വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്യുന്ന കാണാം. ഞങ്ങൾ പറയാതെ തന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ വരും. ചില കാര്യങ്ങൾ ഇവൻ മനസ്സിൽ പോലും ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു സാധനം വാങ്ങണമെന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു എന്നിരിക്കട്ടെ, അതുപോലും ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ ഒരു പരസ്യം നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന ഒരനുഭവം. ടെംപ്റ്റ് ചെയ്യിക്കുക എന്നുള്ളത് പിശാചിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. ബ്രസീലിലെ ഉള്ള ഒരു മിഷണറിയുടെ ഒരു ജീവചരിത്രം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വ്യക്തി ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. ആ ഒരു മിഷണറിയായിട്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. പിശാച് അവരെ ടെംപ്റ്റ് ചെയ്തുകൊണ്ട് പോയ കാര്യമാണ് പറയുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ പേര് പൗലോ എന്നാണ്. ഈ പൗലോയും ഭാര്യയും ഇപ്പോഴും അവിടെ ഒരു ഡേഞ്ചറസ് സിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ആക്രമങ്ങളും എല്ലാ അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്ന ഒരു സിറ്റിയിൽ അവർ ഇപ്പോഴും താമസിച്ച സുവിശേഷ പ്രവർത്തനം നടത്തും. എന്താണ് അതിനെ പ്രേരിപ്പിച്ച എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പൗലോ ടീനേജറായിരുന്ന സമയത്ത് അവന് വേറൊരു വ്യക്തിയുമായിട്ട് ചേർന്ന് താമസിക്കുകയായിരുന്നു. അവരുമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നപ്പോഴേ അവൻ്റെ വഴിയോ ഏതോ രീതിയിൽ ഇൻഫ്ലുവൻഷ്യലായി ഹോമോസെക്ച്വാലിറ്റിയിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇടവന്നു. ഇവർ രണ്ടുപേരും ഹോമോസെക്ച്വൽസായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ. അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ മറ്റേയാൾ പറഞ്ഞു, എനിക്ക് HIV പോസിറ്റീവാണ്, ഞാൻ അതേ നാളുകളായിട്ട് എയ്ഡ്സിൻ്റെ എന്ന അസുഖത്തിൻ്റെ അതിൻ്റെ കീഴിലാണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, അതാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അക്വേർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം. അതിൻ്റെ കീഴിലാണ് ഞാൻ എന്ന് പറഞ്ഞു. അതിൻ്റെ അണുക്കൾ എന്നിലുണ്ട് എന്ന് പറഞ്ഞു. ഈ പോലോ ഇത് കേട്ടപ്പോഴത്തേക്ക് ഷോക്കായിപ്പോയി. അവൻ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അവൻ ഇനിയും എനിക്ക് മരിക്കാനേ പറ്റുള്ളൂ, ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൻ പോയി ഒരു ലോൺലി പ്ലേസിൽ അതിന് മുമ്പ് പോയിരുന്ന് കരഞ്ഞു. കാരണം മരണത്തിന് മുമ്പുള്ള സ്റ്റേജാണ്. ജീവിതത്തിൽ ഇനി മുന്നോട്ടുള്ളൊരു പ്രയാണമില്ല, എനിക്ക് മരിക്കണം എന്നുള്ള ചിന്തയിൽ പോയിരുന്ന് കരഞ്ഞു. അങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു മനുഷ്യന് അവൻ്റെ അരിക്കൽ വന്നു. ഒരു എലോണായിട്ടുള്ള പ്ലേസാണ്. അവിടെ ഇരുന്നിട്ട് അവനുമായിട്ട് അവൻ്റെ സങ്കടമൊക്കെ മനസ്സിലാക്കി അവനുമായിട്ട് മരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അവനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തു. അന്ന് രാത്രി മുഴുവൻ അവരവിടെ രണ്ടുപേരും ഇരുന്ന് ഷെയർ ചെയ്ത് അവസാനം അവന് ഗോസ്പൽ കേൾക്കുവാൻ ഇടവന്നു. അവൻ കർത്താവിനെ അറിഞ്ഞ് മരണത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. എന്ന് വെച്ചാൽ അവനിന് മരിക്കില്ല, സൂയിസൈഡ് ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ യേശുവിനെ അറിഞ്ഞതിന് ശേഷം തിരിച്ച് ഭവനത്തിലേക്ക് വന്നു. ഭവനത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ മനുഷ്യന് ഈ പോളോ എന്ന് പറയുന്ന വ്യക്തി ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. അതുമാത്രമല്ല, അവൻ്റെ ജീവിതത്തിൽ ഇന്നും പ്രയാസങ്ങളാണ്.
കാരണം എപ്പോഴും അവൻ ആ സെയിം സെക്സ് അട്രാക്ഷൻ അവൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ അവൻ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു, ദൈവവചനം പഠിച്ചിട്ട് കർത്താവിൽ അവൻ അങ്ങോട്ട് മെച്യൂർ ആവാനായിട്ട് തുടങ്ങി. എന്നാലും ആ ഡെവിള് വന്ന് അവനെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുക, അവനെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവൻ്റെ വീക്ക്നെസ് മനസ്സിലാക്കി ഡെവിൾ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അവനിങ്ങനെ ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അവന് മറ്റുള്ള ഓപ്പോസിറ്റ് സെക്സിലെ അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വോളണ്ടറി ആയിട്ട് അവൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുത്തു. അവനിപ്പോഴും സെയിം സെക്സിലുള്ള താല്പര്യം അത് മാറ്റിയിട്ട് ഓപ്പോസിറ്റ് സെക്സിലേക്കുള്ള താല്പര്യത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എന്താ സംഭവിച്ചത്? ഒരു പെൺകുട്ടിയെ അവൻ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചു. ദൈവം അവനോട് പറഞ്ഞു, നീ കല്യാണം കഴിക്കണം. പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്, അവൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അവന് HIV പോസിറ്റീവാണ്. ഈ HIV പോസിറ്റീവായുള്ള ഒരാൾ പോയി കല്യാണം കഴിച്ചാൽ വേറൊരാളെയും കൂടെ ഈ HIV നടത്തും എന്നുള്ളതുകൊണ്ട് അവൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്തായാലും ചുരുക്കി പറയട്ടെ, വലിയൊരു മിറക്കിൾ എന്ന പോലെ അവന് താല്പര്യമുണ്ട് കല്യാണം കഴിക്കണമെന്ന്, എന്നാൽ കല്യാണം കഴിക്കാൻ വയ്യ എന്നുള്ള ഒരു ചിന്ത അവൻ്റെ മനസ്സിലിരിക്കുകയാണ്. അവന് പിന്നീട് പോയി ഒരിക്കലും ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേ HIV അണുക്കളിൽ നിന്ന് അവൻ ഫ്രീ ആയി. അവന് HIV പോസിറ്റീവ് അല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അതിനുശേഷം കല്യാണം കഴിഞ്ഞു. അവർ സുഖമായിട്ട് കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് ഇപ്പോൾ മിഷണറി ആയിട്ട് ഇങ്ങനെ ഈ അനാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു മിഷണറി ആയിട്ട് അവർക്ക് കുഞ്ഞുങ്ങളുമൊക്കെ ഉണ്ട്, അവരെ ജീവിക്കുന്നു. എന്താ ഞാനിത് പറയാനായിട്ടുള്ള കാര്യം? ജീവിതത്തിലെ പ്രതികൂലങ്ങൾ കൂടി പിശാച് ടെംപ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന അവസരങ്ങളിലെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് ദൈവസന്നിധിയിൽ നിലവിളിച്ച് ദൈവത്തിൻ്റെ വചനവും അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും പിശാചിനെ റെസിസ്റ്റ് ചെയ്ത് നിന്നാൽ ദൈവം നമ്മളെ വിടുവിക്കും എന്നുള്ള ഒരു ചിന്തയാണ് ഇതിൽ നിന്ന് വരുന്നത്. നമ്മുടെ കാര്യം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ റെസിസ്റ്റ് ചെയ്യണം. കർത്താവിൻ്റെ വചനപ്രകാരം ദൈവം നമ്മളെ നടത്തും. 1 കൊരിന്ത്യർ 10:13 മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയുടെ കൂടെ ഒരു പോക്കുവഴിയും ഉണ്ടാകും. ഇന്നും സാത്താന് പലതരമായിട്ടുള്ള പ്രോജക്റ്റുകൾ കൂടി എല്ലാം ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. പല ഷോർട്ട് കട്ടുകളും തന്നിട്ട് നമ്മളെ അതിൽ കൂടി നടത്താനായിട്ട് പോവുകയാണ്. പലതും നമ്മളെ മോഹിപ്പിച്ച് തട്ടിക്കൊണ്ടു പോകാനായിട്ട് നമ്മളെ ശ്രമിക്കുകയാണ്. ദൈവം പറഞ്ഞത് ശരിയല്ല, കുറേ കൂടെ ഇനിയും ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സ്വഭാവത്തെ ചോദ്യം ചെയ്യുക, ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുക, ദൈവം പറഞ്ഞതിന് എതിരായി പ്രവർത്തിക്കുക, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഓർഡർ തന്നെ തകിടം മറിക്കുക. പുരുഷൻ ലീഡർ, സ്ത്രീ ഹെൽപ്പർ എന്നുള്ള ചിന്തയിൽ നിന്ന് മാറി പുരുഷനും സ്ത്രീയും തമ്മിലുള്ള കല്യാണം, എല്ലാ സൃഷ്ടിയും അവന് കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറയുമ്പോൾ അതിലുപരിയായിട്ട് സാത്താൻ നമുക്കറിയാം ഹവ്വായെ പിടിച്ച് ആദത്തെ വഞ്ചിച്ചു. ഇന്ന് ഭവനങ്ങളിലെ ഫെമിനിസ്റ്റിക്കായിട്ടുള്ള ചിന്താഗതികൾ വന്നിട്ട് സ്ത്രീകൾ ഓവർ റൂൾ ചെയ്യും. അതുപോലെ ഇന്ന് പലപ്പോഴും ഹവ്വ തെറ്റിപ്പോയതുപോലെ പുരുഷനെയും പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്ന കുടുംബങ്ങളിലെ തീർച്ചയായും ഇതിനെല്ലാം കാരണം ടെംപ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന പിശാചാണ്. സാത്താൻ കർത്താവിനെ ടെംപ്റ്റ് ചെയ്തതായിട്ട് നമുക്കറിയാം. മത്തായി 4:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ പലപ്പോഴും റെഫർ ചെയ്താണ്. കർത്താവ് ഉപവസിച്ചതിന് ശേഷം പരീക്ഷകന് അടുത്ത് വന്നിട്ട് അവനോട് ടെംപ്റ്റ് ചെയ്യുകയാണ്. നീ നിന്നെ തന്നെ ദൈവത്തിനാണെന്ന് പ്രൂവ് ചെയ്യുക. ഇതാണ് ആദ്യത്തെ ടെംപ്റ്റേഷൻ. മാൻസ് ഫിസിക്കൽ നീഡ്, മനുഷ്യൻ്റെ ഈ ലോകത്തിലെ ആവശ്യം. അവിടെ ദൈവവചനം കോട്ട് ചെയ്തിട്ട് യേശു ക്രിസ്തു അതിൽ നിന്ന് സക്സസ്ഫുൾ, അവൻ രക്ഷ പ്രാപിക്കുക അല്ലെങ്കിൽ അവനെ അതിനെ വിജയിക്കുന്നതായിട്ട് കാണുന്നു. ദൈവവചനം ഇന്ന് ഈ ടെംപ്റ്റേഷനെ നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് കാരണം ഉള്ളതാണ്, അല്ലെങ്കിൽ അത് ആവശ്യമാണ് എന്നുള്ള ഒരു വലിയ ചിന്ത ഇവിടെ വരുന്നുണ്ട്. വലിയൊരു വെളിപ്പാടാണത്. ഇന്ന് ശാരീരിക ആവശ്യങ്ങൾ, ഇവിടെ അപ്പം വേണമെന്ന് പറഞ്ഞു, കല്ലിനെ അപ്പമാക്കാൻ പറഞ്ഞപ്പോഴേ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറഞ്ഞു. ശാരീരിക ആവശ്യങ്ങൾക്ക് ദൈവവചനം ഉത്തരം പറയുന്നു. വചനം പഠിച്ചാൽ വിശപ്പ് മാറുമോ എന്ന് ചോദിച്ചാൽ വിശപ്പ് മാറും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്നുള്ള വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറയുമ്പോഴേ
ശാരീരികമായിട്ടൊരു വിശപ്പിനെ കുറിച്ച് അല്ല അവിടെ പറയുന്നത്, ആത്മീയമായിട്ടുള്ളൊരു വിശപ്പാണ്. ഇങ്ങനെ ആത്മീയമായിട്ടുള്ളൊരു വിശപ്പ് വരുമ്പോഴേ സാത്താൻ അവിടുന്ന് വിട്ടുപോവുകയും ശാരീരികമായ വിശപ്പ് അതിനോടൊപ്പം അതിനുള്ള ഫുൾഫിൽമെൻറ്റ് അതിനോടൊപ്പം ദൈവം തരികയും ചെയ്യും. സാത്താൻ അതുപോലെ തന്നെ 91 സങ്കീർത്തനം കോട്ട് ചെയ്ത് പറയുന്നത് നമുക്ക് കാണാം. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും. യേശുക്രിസ്തുവിനെ ഒരു സൂപ്പർ ഹീറോ ആക്കാനായിട്ട് സാത്താൻ ഇവിടെ ശ്രമിക്കുകയാണ്. മാനിപ്പുലേറ്റിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം കോട്ടിക്കളയുക. നേരത്തെ ഇത് പറഞ്ഞതാണ്. ചാടുന്നവരെ വിടുവിക്കുമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടെ ദൈവവചനം കോട്ട് ചെയ്യാണ്. ഇവിടെ കർത്താവ് പറയുന്നു, വീണ്ടും അതുപോലെ തന്നെ പറയുകയാണ്, എന്നെ നമസ്കരിക്കാൻ പറയുന്ന ടെംപ്റ്റേഷൻ. ഇവിടെ ഒരു ഷോർട്ട് കട്ടാണ് പറയുന്നത്. നീ ഈ ലോകത്തിൽ വന്ന് വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ലോകത്തെ വീണ്ടെടുക്കാനായിട്ട് നീ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നീ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, എന്നെ ഒന്ന് വർഷിപ്പ് ചെയ്താൽ മതി. നീ കാൽവറി ക്രൂശിൽ ഇന്ന് യാഗമായി തീർന്ന് ആളുകളെ വിടുവിക്കേണ്ട ആവശ്യമില്ല. ദർ ഇസ് എ ഷോർട്ട് കട്ട്. ഇപ്പോഴും ആളുകൾ അതുപോലെ ചിന്തിക്കുന്നില്ലേ? വിത്തിട്ട ഉടൻ തന്നെ ഫലം കിട്ടണം, ഒരു ഷോർട്ട് കട്ട്. പെട്ടെന്ന് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14 വാക്യങ്ങളിൽ, ആകയാൽ ദൈവത്തിനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്കുള്ളത്. ഈ ടെംപ്റ്റേഷനിൽ കൂടി എല്ലാം കർത്താവ് കടന്നുപോയി. 33 വർഷവും ഒരിക്കലും അവൻ തോറ്റില്ല, അവൻ പാപം ചെയ്തില്ല. പല പ്രാവശ്യം പിശാച് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കി. എന്നാൽ ഇവിടെയൊക്കെ അവനെ പറയുന്നത്, ആഹാരം അന്വേഷിക്കുമ്പോൾ നിങ്ങൾ അറിയാത്തൊരു ആഹാരം എനിക്കുണ്ട് എന്ന് യോഹന്നാൻ 4:31 പറയുന്നു. അടയാളം അന്വേഷിക്കുന്ന സദൂക്യർ, അതുപോലെ ക്രൂശിനെ ഒഴിവാക്കാനായിട്ട് പറയുന്ന അനുഭവങ്ങൾ, അവിടെ എല്ലാം തന്നെ പത്രോസ് പറയുന്നുണ്ട് നീ ക്രൂശിനെ ഒഴിവാക്കാനായിട്ട്. അതിന് പത്രോസിനോട് പറയുന്ന സാത്താനെ വിട്ടുപോകൂ എന്നുള്ളതാണ്. ഇവിടെ എല്ലാം തന്നെ യേശുക്രിസ്തു സർവത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടതായിട്ട് കാണുന്നു. പിശാച് ഒരു പരീക്ഷകനായി വരുന്നു. എന്നാൽ ഈ പരീക്ഷ വരുമ്പോഴേ അതിനോടുള്ള നീക്കുപോക്കെ ദൈവം നമുക്ക് തരും. അതുകൊണ്ട് ഈ പരീക്ഷയെ നമ്മൾ ഒരിക്കലും അകപ്പെടാതിരിക്കാൻ നമ്മളെ സൂക്ഷിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ, എന്നാൽ പന്തിരുടെ കൂട്ടത്തിലുള്ള ഇസ്കരിയോത്ത് യൂദായിൽ സാത്താൻ കടന്നു. എന്താണ് ഇവിടെ? യൂദയുടെ ഉള്ളിലേക്ക് സാത്താൻ കടക്കാണ്. സാത്താന് യൂദയെ ടെംപ്റ്റ് ചെയ്യാണ്. എന്തിനാണ് ടെംപ്റ്റ് ചെയ്യുന്നത്? യേശുവിനെ കാണിച്ചു കൊടുക്കാനായി, അവന് ദ്രവ്യം വാങ്ങാനായിട്ട് പോകുന്നു. See, love of the money is the root cause of all evil. The desire to become rich. എപ്പോഴും പണക്കാരനായി തീരുക, പണം സമ്പാദിക്കുക, ആ രീതിയിൽ മനുഷ്യൻ ടെംപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ലോകം ഒരു കറപ്റ്റ് പ്ലേസാണ്. എല്ലാ ഈവിൾ ബിഹേവിയറും ഈ ലോകത്തിലുണ്ട്. ജഡമോഹം, കൺമോഹം, ജീവനത്തിനുള്ള പ്രതാപം, ഇതെല്ലാം ഇന്ന് ഈ ലോകത്തിലുണ്ട്. 1 യോഹന്നാൻ 2:15 വാക്യം. അതുകൊണ്ട് ഈ താല്പര്യം എല്ലാം പലപ്പോഴും പിശാച് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഉള്ളിൽ നിന്നും കൊണ്ടുവരുന്നു, പുറത്തു നിന്നും കൊണ്ടുവരുന്നു. അകത്തു നിന്നും പുറത്തു നിന്നും ടെംപ്റ്റേഷൻ വരും. അതായത് നമ്മുടെ ഉള്ളിലുള്ള വീണുപോയ സ്വഭാവം, ഇങ്ങനെയുള്ള സിൻഫുൾ നേച്ചറിന് വേണ്ടി നമ്മളെ തന്നെ പിടിച്ച് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നു. ബൈബിളിലെ ഒരുപാട് വാക്യങ്ങൾ ഇതുമായിട്ട് റെഫർ ചെയ്ത് പറയാനുണ്ട്. സമയക്കുറവ് കൊണ്ട് ഞാൻ അതിൻ്റെ അധികം കടക്കുന്നില്ല. നിങ്ങൾ നോട്ട്സ് എഴുതുന്നവർ നോട്ട് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്കത് ഉപയോഗിക്കാം. റോമർ 7:18 അതിൽ ജഡത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നു. ഗലാത്യർ 5:19-21 ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നു. യാക്കോബ് 1:14-15 വരെ ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്ന സ്വന്തം മോഹങ്ങളാൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു. മോഹം നമ്മുടെ ഉള്ളിലുണ്ടായി, അത് പിശാച് നമ്മളെ ടെംപ്റ്റ് ചെയ്യുന്നതാണ്. അത് അവസാനം എന്ത് സംഭവിക്കും? അത് പാപത്തെ പ്രസവിച്ചിട്ട് വി ആർ ഗോയിങ് ടു ഡൈ, നമ്മൾ മരണത്തെ, പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു. ദൈവമക്കളെ തെറ്റിച്ചുകൊണ്ട് പോകുവാൻ അവൻ തക്കം പാർത്തിരിക്കുകയാണ്.
നമുക്കറിയാം, ചെറിയൊരു മാലിന്യം തള്ളിയാൽ മതി നമ്മുടെ ജീവിതം ഉപയോഗശൂന്യമായി മാറും. ഒരു നിമിഷത്തിൽ, ഒരു സാഹചര്യത്തിൽ, ചിലപ്പോൾ ഒരു മൊമെൻറ്റിലായിരിക്കും നമ്മൾ വീണു പോകുന്നത്. അനേകം വർഷങ്ങൾ പള്ളിയിൽ പോയിട്ടും എല്ലാ അനുഷ്ഠാനങ്ങൾ പങ്കെടുത്തിട്ടും ചിലപ്പോൾ ഇങ്ങനെ വീണു പോകാനുള്ള സാധ്യതയുണ്ട്. 3.5 വർഷം യൂത കൂടെ ഉണ്ടായിരുന്നു, എന്നാൽ അവന് പണത്തോടുള്ള താല്പര്യം കൊണ്ട് വീണു പോയതായിട്ട് കാണും. ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തിലുമൊക്കെ ഒരുപാട് രീതിയിൽ ഇന്ന് പിശാച് ഇന്ന് വലിച്ച് ടെംപ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. പ്രധാനമായിട്ട് ഈ ജഡമോഹം, കൺമോഹം, ജീവനത്തിലുള്ള പ്രതാപം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മനുഷ്യനെ തെറ്റിച്ചുകൊണ്ട് പോവുകയാണ്. പവർ പൊളിറ്റിക്സ് എന്ന സഭകളിലുണ്ട്, പണത്തോടുള്ള ആർത്തിയുണ്ട്. ഇതിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഈ നാളിൽ പിശാച് കൊണ്ടുവരും. ഇതെല്ലാം ടെംപ്റ്റേഷൻ്റെ ഒരു ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിനോടുള്ള നീക്കുപോക്കുകൾ തരികയും ദൈവം നമ്മളെ നടത്തുകയും ചെയ്യുമ്പോഴേ നമ്മൾ ഈ കുരിശിനെ ഒഴിവാക്കാനും അല്ലെങ്കിൽ ആഹാരത്തിന് വേണ്ടിയുള്ള പോക്കും സാത്താൻ്റെ പുറകെയുള്ള ഒരു ഓട്ടവുമല്ല ആവശ്യം. ദൈവിക പ്രമാണങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അവൻ്റെ സന്നിധിയിൽ നമ്മൾ കീഴ്പ്പെടുവാനായിട്ടാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിശാച് തെറ്റിച്ചുകൊണ്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ടെംപ്റ്റേഷൻ കൊണ്ടുവരുന്ന പിശാചാണ്. അതുകൊണ്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ വരെയും തെറ്റിച്ചുകൊണ്ട് പോയെങ്കിലേ നമ്മൾ ശ്രദ്ധിക്കണം. ഈ പിശാച് നമ്മളെ ടെംപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാൻ നിർത്തണം. പിശാച് നമ്മളെ എല്ലാ സമയവും ടെംപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം അവന് ഒരുപാട് കോടാനുകൂടി ദൂതന്മാർ, ഫോളൻ ഏഞ്ചൽസ് അവൻ്റെ കൂടെയുണ്ട്. ഏതൊക്കെ രീതിയിലാണ് അത് പ്രവർത്തിക്കുക എന്നറിയത്തില്ല. നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ പോലും അവൻ കയറി വേണ്ടാത്ത ചിന്ത, യൂതയ്ക്ക് കൊടുത്തതുപോലെ ഉള്ള ചിന്തകൾ പലപ്പോഴും വന്നു പോയി. അകത്തു നിന്ന് വരും, പുറത്തു നിന്ന് വരും, സാഹചര്യങ്ങളിൽ നിന്ന് വരും. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ബിവെയറായിരിക്കുക. ഈ ടെംപ്റ്റേഷനിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവവചനത്തിൻ്റെ ശക്തി, യേശുക്രിസ്തു അങ്ങനെയാണ് ജയിച്ചത്. 3 പ്രാവശ്യം ടെംപ്റ്റ് ചെയ്തപ്പോഴും യേശുക്രിസ്തു ജയിച്ച ദൈവവചനത്തിൻ്റെ ശക്തിയിലാണ്. ഇന്ന് ദൈവവചനം നമ്മൾ ഹൃദയസ്ഥമാക്കുക. പാപം ചെയ്യാതിരിപ്പാൻ ദൈവവചനം നമ്മൾ ഹൃദയസ്ഥമാക്കുക. അവിടെയാണ് നമുക്ക് ടെംപ്റ്റേഷൻ എന്നുള്ള വിടുതലായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, എന്നോട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിശാച് ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോൾ അവൻ്റെ പ്രലോഭനങ്ങളിലെ അടിമപ്പെടാതിരിപ്പാൻ കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവേ, അവന് പേടിയുണ്ട് ഞങ്ങളെ തെറ്റിക്കാൻ. എന്നാൽ ഞങ്ങൾ അവന് വേണ്ടി വിട്ടുകൊടുക്കുമ്പോഴേ അവനോടെല്ലാം പ്രവർത്തിക്കുന്നു എന്ന് കാണുന്നു. അതുകൊണ്ട് കർത്താവ്, ഒരു കണിക പോലും കോംപ്രമൈസ് ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജഡമോഹം, കൺമോഹം, ജീവനത്തിനുള്ള പ്രതാപം, അകത്തു നിന്നും പുറത്തു നിന്നുള്ള യുദ്ധം, ഇതെല്ലാം കർത്താവെ കൺട്രോൾ ചെയ്യപ്പെടുവാൻ ദൈവവചനം കർത്താവെ എടുത്തുപയോഗിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള വലിയ സെൻസിറ്റീവ്നെസ് ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് തരണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തുടർന്നും ദൈവവചനത്തിൽ നിറയപ്പെടുവാനായി എല്ലാവരെയും സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലി സംബന്ധമായ പ്രയാസങ്ങളിലിരിക്കുന്ന ചില ആളുകൾ ഇത് കാണുന്നു. കർത്താവെ, ജോലിയിലെ തടസ്സങ്ങൾ വന്നിട്ട് കർത്താവെ ജോലി ഇല്ല എന്ന് പറയുകയും കർത്താവെ അതിൽ നിന്ന് കർത്താവ് വിഡ്രോ ചെയ്യേണ്ടിയും ഒക്കെ വരുന്ന സാഹചര്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ തക്കതായ കർത്താവെ ജോലികൾ കിട്ടുവാനായിട്ട് അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ ദീർഘനാളായിട്ട് പനിയായിരിക്കുന്ന ചില ആളുകളെ ഇത് ശ്രദ്ധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ പനിയിൽ നിന്നെല്ലാം വിടുതൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ കർത്താവെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പൈസയുടെ ആവശ്യവുമായിട്ട് കർത്താവെ നെടുവീർപ്പെടുന്ന ചില വ്യക്തികളെ ശ്രദ്ധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അറിയാത്ത വഴിയിൽ നിന്ന് അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ അഡ്മിഷനൊക്കെ കർത്താവെ 100% ഉറപ്പായി അത് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. എൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. അതുപോലെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് ഇട്ടാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.